ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നല്ല മണമുള്ള നാട്ടുമാങ്ങ എടുത്ത് വച്ചിട്ടുണ്ട്. പഴയ കാലത്ത് കാണുന്ന ഒരു മാങ്ങയാണിപ്പോൾ അപൂർവമായിട്ട് കാണാറുള്ളൂ. വലിയ ഒരു മാവായിട്ട് അതിൽ കായ്ക്കുന്ന നല്ല മണമുള്ള മാങ്ങയാണ്. ഈ മാങ്ങ പഴുത്തതാണ്. ഈ മാങ്ങയുടെ തൊലിയൊന്ന് എടുത്ത് കളയാം. ചെത്തണ്ട, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉരിച്ചെടുക്കാം. ഇങ്ങനെ ഉരിച്ചെടുത്ത് എടുക്കാം. നല്ല സ്വാദിഷ്ടമായ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കിട്ടുന്നത്. നല്ല മണമുള്ള സാധാരണ മാങ്ങ കൊണ്ട് ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. അതിന് ഇതുപോലുള്ള മണമൊന്നും കിട്ടാറില്ല. ഇങ്ങനെ എടുക്കണം. എല്ലാ മാങ്ങയും ഒന്ന് എടുത്തിട്ട് വരാം. എല്ലാ മാങ്ങയും ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ മാങ്ങ പോലെ ഇതിൽ പുഴുവൊന്നും ഉണ്ടാവില്ല. താഴെ വീണാലും തൊലിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ പുഴുവൊന്നും കാണില്ല. ഇതിലേക്ക് ഇനി ഒരു കഷ്ണം ശർക്കര, ഒരച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു പുളിശ്ശേരിയാണിത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മതി. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവുണ്ട്, എന്നാലും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയിരിക്കുന്ന ഒരു പുളിശ്ശേരിയാണ്. അതുകൊണ്ട് ഇത്രയും വെള്ളം മതി. ഇതിനി തീ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനിയൊന്ന് വേവിക്കാം. മാമ്പഴം അടുപ്പിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ തിരുമിയത്, 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരാം. തേങ്ങയും ജീരകവും കൂടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. മാങ്ങ ഇങ്ങനെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മാങ്ങയാണെങ്കിൽ അടിയിലൊന്ന് ഒട്ടി, എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം ഒന്ന് ഒട്ടിപ്പോയി. അത് കുഴപ്പമില്ല, കരിഞ്ഞില്ല. അതിന് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങ കടന്ന് തിളച്ച് പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, എന്നാൽ പുളിയും വേണം. അങ്ങനത്തെ ഒരു തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. തീ അണച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരിൻ്റെ പച്ച ചുവയൊക്കെ അങ്ങ് മാറും. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടാകുന്ന നോക്കട്ടെ. അല്പം ഉപ്പൂടെ വേണം. അല്പം പൊടി ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി താളിച്ചൊഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നു. ആ സമയത്ത് ഒരു 3-4 ഉലുവയും കൂടെ ഇടുമ്പോഴാണ് നല്ല ഒരു സ്വാദ് വരുന്നത്. ചിലർ നെയ്യിലാണ് താളിച്ചൊഴിക്കുന്നത്, കുറേ കൂടി സ്വാദായിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്. ഇനി 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി തീ അണച്ച ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. താളിച്ചത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച്
ഒരല്പസമയം അടച്ചു വെച്ച ശേഷം വിളമ്പാം. നല്ല ടേസ്റ്റിയാണ്. സദ്യക്കൊന്നും ഇതേപോലുള്ള മാമ്പഴപ്പുളിശ്ശേരിയൊന്നും കിട്ടൂല. പഴയകാല ഒരു വിഭവമാണ്. ഈ നാട്ടുമാങ്ങയൊന്നും ഇപ്പോൾ കിട്ടാറില്ല. എനിക്ക് അപൂർവമായിട്ട് കിട്ടിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.